കോവിഡിന് ശേഷം മലയാളിയുടെ ഷോപ്പിംഗ് രീതി തന്നെ മാറി. ഓൺലൈൻ കച്ചവടക്കാർക്ക് സർവ്വ സ്വാതന്ത്ര്യവും അനുവദിച്ചതോടെ മിക്കവരും ചെറുകിട കച്ചവടക്കാരെ ആശ്രയിക്കാതെയായി. വീടിനുള്ളിലിരുന്ന് നിമിഷങ്ങൾക്കകം ഓർഡർ ചെയ്യാമെന്നായതോടെ എല്ലാം എളുപ്പം. അതോടെ കടകളിലേക്കുള്ള ആളുകളുടെ വരവിലും മാറ്റമുണ്ടായി. നമ്മുടെ ഈ കോവിഡിന് ശേഷം നമ്മുടെ ചെറുകിട വ്യാപാര മേഖല എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുക. തുണി മേഖലകൾ കംപ്ലീറ്റും ഇല്ലാതായി കഴിഞ്ഞു. പിന്നെ ഓൺലൈൻ വ്യാപാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു മൾട്ടിനാഷണൽ കമ്പനികളാണ് ഇത് ചെയ്യുന്നത്. അവരുടെ നമ്മൾ വ്യാപാരികൾക്ക് നമ്മൾക്ക് ഇതിനോട് ഓരോട് ഫൈറ്റ് ചെയ്യാൻ കഴിയൂല. ഫാഷനിൽ ഓൺലൈൻ കച്ചവടത്തോട് പിടിച്ചു നിൽക്കാനുള്ള പരമാവധി ശ്രമവും ചെറുകിട കച്ചവടക്കാർ നടത്തുന്നുണ്ട്. പല ബ്രാൻഡുകൾക്കും ഓൺലൈനേക്കാൾ വില കുറവാണ് കടയിലെത്തുമ്പോൾ. ഇത് വെസ്റ്റേൺ ടീഷർട്ടാണ് ഇപ്പോൾ 399 അതിൻ്റെ പ്രൈസ്. ഇതിൽ MRP ഇപ്പോൾ ഷോർട്സ് 399 അതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മൾ 200 കൊടുക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഫാഷനെ ഞങ്ങളെ മുട്ടാൻ ശരിക്കും അവർക്ക് കഴിയൂല. അത് അവരുടെ ഒരു ഫാഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ ഇറങ്ങിയാൽ അതിൽ ലക്ഷക്കണക്കിന് സാധനം ഒരു ഡിസൈനിൽ തന്നെ ഇറങ്ങും. ഞങ്ങൾക്കതല്ല. നമുക്ക് ഒരു മാസം ഒരാഴ്ച എന്ന് പറയുന്നത് തന്നെ ഡിസൈൻ മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ദിവസവും എന്ന് പറഞ്ഞാൽ ബോംബെയിൽ ഒരാളെ തന്നെ നിർത്തുക അവിടെ. ഏറ്റവും കൂടുതൽ പുതിയ ഡിസൈൻ ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയ സീസണായി. പെരുന്നാളായാലും വിഷു ആയാലും ഇനി വരുന്ന വെക്കേഷൻ ആയാലും അതിലേക്കുള്ള പുതിയ പുതിയ ഡിസൈനുകൾ ഞങ്ങൾ അത് തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യത്. ലോക്ക്ഡൌണിന് ശേഷം വരുമാനം പൂർണ്ണമായും നിലച്ചവരാണ് ചെറുകിട കച്ചവടക്കാർ. ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകളും ബാധ്യതയായുണ്ട്. പ്രതിസന്ധി കാരണം ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മറ്റു ഉപജീവന മാർഗങ്ങൾ തേടിയവരും ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ പൊട്ടിക്കഴിഞ്ഞാൽ നെയ്മ തന്നെ ആള് മാറാണ്. ഓൻ ലോസാണ്. പിന്നെ കാണുന്നില്ല, മിസ്സിങ് ഇല്ല. ആയിരക്കണക്കിന് ആളെ പൊട്ടിപ്പോയത്. 1, 2, 10 ആയിരക്കണക്കിന് ആൾക്കാരെ പൊട്ടിപ്പോകണം. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പെരുന്നാളോടുകൂടി വിഷുവിനോടുകൂടി കുറേ കച്ചവടക്കാരില്ലാതായിപ്പോൾ. വമ്പൻ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഓൺലൈൻ ഷോപ്പിങ്ങിനെ കൂടുതൽ ആകർഷകമാക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഈ ചെറുകിട കച്ചവടക്കാരാണ്. GST ഉൾപ്പെടെയുള്ള നികുതികളിൽ വ്യത്യാസം വരുത്തിയാൽ മാത്രമേ അവർക്കും അതിജീവനം സാധ്യമാവുകയുള്ളൂ. ക്യാമറമാൻ ജോം TK-ക്കൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.